പ്ലാന്റ്സിന് ലൈറ്റ് ഫിറ്റ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട് പലരും കമൻ്റ് ഇട്ടിരുന്നു. 2 വീഡിയോ ചെയ്തപ്പോൾ അതിൽ കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണത് ചെയ്തത്. എനിക്കിതിനെക്കുറിച്ച് അറിവൊന്നുമില്ല. ഹസ്ബൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഹെൽപ്പറായിട്ട് കൂടെ നിൽക്കും. സ്റ്റാർ എടുക്കാൻ പറയുമ്പോൾ സ്റ്റാർ എടുത്ത് കൊടുക്കും, മൈനസ് എടുക്കാൻ പറയുമ്പോൾ മൈനസ് എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ സ്ക്രൂ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ സ്ക്രൂ ഒക്കെ ഊരാനുണ്ടെങ്കിൽ അങ്ങനെ ഊരി കൊടുക്കും. അത്ര അറിയത്തുള്ളൂ. പിന്നെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിലും കമൻ്റായിട്ട് നിങ്ങൾക്ക് എഴുതി ചോദിക്കുക. അതിന് ഞാൻ മറുപടി തരുന്നതാണ്. ഈ ലൈറ്റാണ് ഞങ്ങളിവിടെ ചെടികൾക്കായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ വീതി കൂടിയതും വരുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു വീതിക്കുള്ളതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ 20 cm ആകുമ്പോഴും ഇങ്ങനെ ഓരോ കട്ടിങ് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു വര സെൻട്രലിൽ കൂടെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് സോൾഡർ ചെയ്തിട്ട് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഓരോ 20 cm ആകുമ്പോഴാണ് ഇങ്ങനെ ഓരോ കട്ടിങ് വരുന്നത്. ഞങ്ങളിപ്പോൾ വെച്ചിട്ടുള്ളത് 1 മീറ്ററിൻ്റെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കട്ടിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിങ്ങിൽ കിട്ടുന്നില്ല, ഒരു 3/4 മീറ്ററിൻ്റെയാണ് വെക്കുന്നത്, അല്ലെങ്കിൽ 1.5 മീറ്റർ 1.25 മീറ്റർ അങ്ങനെയൊക്കെയാണ് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക. അതിന് കുഴപ്പമൊന്നുമില്ല. ആ വശത്തായിട്ട് ഞാൻ നേരത്തെ കാണിച്ച അങ്ങനത്തെ ഒരു ക്യാപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു വശത്ത് നമ്മൾ സോൾഡർ ചെയ്തിരുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ 2 കട്ടിങ് എന്തായാലും വരണം. അതിലാണ് നമ്മൾ വയറ് സോൾഡർ ചെയ്തിട്ട് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് അത് ആദ്യം മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വശത്തായിട്ട് ഇങ്ങനെ ഒരു കട്ടിങ്, മറ്റേ വശത്തായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ ക്യാപ്പ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങളിവിടെ ക്യാപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് എത്ര മീറ്ററിൻ്റെയാണോ നമ്മൾ ഓരോ ചെടികൾക്കും വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് ആദ്യം അതിനെ അളന്നെടുത്തിട്ട് മുറിക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കറക്റ്റായിട്ടുള്ള മാച്ചായിട്ടുള്ള ട്രങ്കി അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതുകൂടി വാങ്ങിക്കണം. ഞങ്ങളിവിടെ 2 ടൈപ്പിലായിട്ടാണ് ഞങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് എൽ ക്ലാമ്പിലും ഒന്ന് സ്റ്റാൻഡിൻ്റെ അടിയിൽ ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ട്രങ്കി വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലോട്ട് കറക്റ്റ് ഫിറ്റായിട്ട് വെക്കും വേണം. പിന്നെ ഇതിൻ്റെ അടിയിൽ നല്ല ഗ്ലൂ, സൂപ്പർ ഗ്ലൂ, നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിച്ചിട്ട് നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിലോട്ട് ടൈറ്റാക്കി അങ്ങ് വെച്ച് കൊടുക്കണം. ഇതിന് മാച്ചായതല്ല, ഞങ്ങൾക്ക് കാണിക്കാനായിട്ട് തൽക്കാലം ഒരു ട്രങ്കി എടുത്തതാണ്. അപ്പോൾ ഇതിലോട്ട് നല്ല ടൈറ്റാക്കി വയ്ക്കുക. കറക്റ്റ് അളവ് ആദ്യം എടുത്തിട്ട് വേണം ടൈറ്റാക്കിയിട്ട് അങ്ങ് ഇട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു വശത്ത് വേണമെങ്കിൽ ഈ ക്യാപ്പ് ഇട്ട് കൊടുക്കാം. മറ്റേ വശത്തായിട്ട് നമ്മൾ ഇതിനെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഈ ട്രങ്കിയിൽ നിന്ന് കുറച്ച് ഇതിൻ്റെ അളവും കൊണ്ട് തള്ളി നിൽക്കണം. ഇതിന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനായിട്ട് കുറച്ചും കൊണ്ട് തള്ളി നിൽക്കുന്ന വിധത്തിൽ വേണം ട്രങ്കിയുടെ അളവെടുക്കാനായിട്ട്. കുറച്ച് ലൈറ്റാണ് കുറച്ച് മുന്നിലോട്ട് തള്ളി നിൽക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ആ ഒരു മെത്തേഡിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം ട്രങ്കീനെ അവിടെ ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുക ചെയ്തത്. എന്നിട്ട് ഈ സ്ട്രിപ്പിൻ്റെ ബാക്കിലായിട്ട് സൂപ്പർ ഗ്ലൂ ഇട്ടിട്ട് അങ്ങ് ഒട്ടിച്ച് വെക്കുക ചെയ്തത്. ഒട്ടിച്ച് വെച്ചിട്ട് പിന്നെ അതൊന്ന് വയറിട്ടിട്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ട് അങ്ങനെ എടുക്കുക ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഡ്രില്ല് ചെയ്യുന്നില്ലെങ്കിൽ ഈ സ്ട്രിപ്പിനെ ആദ്യം സൂപ്പർ ഗ്ലൂ ഇട്ടിട്ട് ഈ ട്രങ്കിയിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റാക്കി വയ്ക്കുക. അതിനുശേഷം ട്രങ്കിയുടെ ബാക്കിൽ ഇതേപോലെ ഗ്ലൂ ഇട്ടിട്ട് അത് അതിലങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ചുമരിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും അത് ഒട്ടിയിരുന്നാലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടർന്ന് വരും തോന്നുന്നു. ഞങ്ങൾ അതുകൊണ്ടാണ് ഹസ്ബൻഡ് അവിടെ ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുക ചെയ്തത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഡ്രില്ല് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ വേണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് അതങ്ങ് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ട് പിന്നീട് അതിനെ നമ്മൾ സോൾഡർ ചെയ്തിട്ട് പിടിപ്പിച്ചാൽ മതി. അങ്ങനെയാണ് ഒരു ഐറ്റം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എൽ ക്ലാമ്പിൽ ചെയ്തിട്ട് ഇതേപോലെ ചുമരിൽ ഡ്രില്ല് ചെയ്ത് വെക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് അളവ് ട്രങ്കിയുടെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഈ കാണുന്ന ഹോളിൽ നെട്ട് ആൻഡ് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കും. 2 വശത്തും നെട്ടും ബോൾട്ടും ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലോ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പുറകിലായിട്ട് ഗ്ലൂ ഇട്ടിട്ട് ഇതിലോട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് അങ്ങ് വയ്ക്കും. എന്നിട്ട് പിന്നെ ചുമരിലെടുത്തിട്ട് അങ്ങനെ ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതും നല്ല കറക്റ്റ് അളവൊക്കെ എടുത്തിട്ട് ആദ്യം അതിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ട് അവിടെ ഇട്ടിട്ട് ഡ്രില്ല് ചെയ്തിട്ട് പിടിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. അത് ലൈറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ പ്ലഗും അഡാപ്റ്ററും കൂടിയാണ്. ഈ ഒരെണ്ണമാണ് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഈ ഒറ്റ പ്ലഗിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഈ 3 ലൈറ്റുകൾക്കുള്ള കണക്ഷനും കൊടുത്തിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വയറിന് ലെങ്ത്ത് കൂട്ടുക ചെയ്തത്. ചെറിയൊരു വയറാണ് അവർ തരുന്നത്. അപ്പോൾ അതിൻ്റെ ആ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പിന്നുണ്ടായിരുന്നു. ആ പിന്നെ ഞങ്ങളെടുത്ത് കളഞ്ഞിട്ട് അതിന് ലെങ്ത്ത് കൂട്ടുക ചെയ്തിട്ടുള്ളത്. ലെങ്ത്ത് കൂട്ടിയിട്ട് മുകളിലോട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് 3 ലൈറ്റിൽ നിന്നുള്ള വയറുകളും, അതായത് മൈനസും പ്ലസും ഉണ്ട്. അപ്പോൾ സോൾഡർ ചെയ്തിട്ട് പിടിപ്പിക്കണം. അതിൽ സോൾഡർ ചെയ്തിട്ട് വയറ് പിടിപ്പിച്ചിട്ട് താഴോട്ട് വലിച്ചു വയ്ക്കും. അതേപോലെ അപ്പുറത്തെ സൈഡിലുള്ളതും അതേപോലെ തന്നെ അവിടെയും സോൾഡർ ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വയറ് കൊടുന്നെത്തിക്കും. അതേപോലെ നേരെ താഴെ ഒരെണ്ണമുണ്ട്. ആ താഴെന്നും ഇതേപോലെ തന്നെ ലൈറ്റ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് അതും ഇപ്പുറത്ത് എല്ലാം കൂടി ഇവിടെയാണ് കൊടുന്നിട്ട് ജോയിൻ ചെയ്യണത്. അതായത് എല്ലാത്തിനും മൈനസും പ്ലസും ഉണ്ട്. അപ്പോൾ അതിന്ന് വരുന്ന മൈനസും ഇതിന്ന് വരുന്ന മൈനസും നേരെ താഴേന്ന് വരുന്ന മൈനസും 3ഉം കൂടി ഒരുമിച്ച് പിരിച്ചിട്ട് വെക്കുക. അതേപോലെ തന്നെ 3ൽ നിന്ന് വരുന്ന പ്ലസ്സും ഉണ്ട്. അത് ഇതിൽ തന്നെ പ്രത്യേകം എടുത്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലസ് ഇതാ മൈനസും ഉണ്ട് പ്ലസ്സും ഉണ്ട്. അപ്പോൾ 3ലത്തെയും പ്ലസ്സും ഒരുമിച്ച് ഇതേപോലെ പിരിച്ചു വയ്ക്കുക. എന്നിട്ട് താഴെ നിന്ന് നമ്മൾ പ്ലഗിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആ വയറിലും മൈനസും പ്ലസ്സും ഉണ്ട്. അപ്പോൾ മൈനസ് എല്ലാം മൈനസിലോട്ടും പ്ലസ് എല്ലാം പ്ലസ്സിലോട്ടും ജോയിൻ ചെയ്തിട്ട് അവിടെ ഹസ്ബൻഡ് ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്ലഗിൽ തന്നെ ഇത് 3ഉം വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഓരോ മീറ്ററിൻ്റെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് ഒരെണ്ണം ഹസ്ബൻഡ് വരച്ചെന്നാണ്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞാലും കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പലരും കമൻ്റ് ഇട്ടിരുന്നു ചെടികൾക്ക് ഏത് മണ്ണാണ് യൂസ് ചെയ്യണതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനായിട്ടുള്ള മണ്ണ് അവിടെ നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത മണ്ണാണ്. കണ്ടു കഴിഞ്ഞാൽ ചാണകപ്പൊടി പോലൊക്കെ തോന്നും. അങ്ങനത്തതാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ വെള്ളം ഏതാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. വെള്ളം സാധാ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരാഴ്ച വരെയൊക്കെ ഞാൻ ബോട്ടിൽ പിടിച്ച് വെക്കും. ഒന്ന് പിടിച്ച് വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് ടാപ്പിൽ നിന്നൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പം ചൂടുണ്ടാവും, അല്ലെങ്കിൽ ക്ലോറിനൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാതിരിക്കുക നല്ലത്. ഒന്ന് പിടിച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി. തണുപ്പ് കാലത്ത് മാസത്തിലൊരിക്കലാണ് ഞാൻ നനച്ചു കൊടുക്കാറുള്ളൂ. ഒത്തിരി അങ്ങോട്ട് നനവ് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടികൾ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.